മക്കളെ, വർക്ക് എനർജി പവറിൽ പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഒന്ന് വായിച്ചോ നിങ്ങൾ. എ ബോഡി ഈസ് ബീവിംഗ് മൂവ്ഡ് ഫ്രം റെസ്റ്റ് along a straight line by a machine delivering constant power. The distance covered by the body in time t is proportional to. Distance എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ടി റൂട്ട് ടി, ടി റൈസ് ടു 3/2, ടി റൈസ് ടു 3/4, ടി സ്ക്വയർ, ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പവർ കോൺസ്റ്റന്റ് ആണെന്നാ. പവർ കോൺസ്റ്റന്റ് ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പവർ എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യു ബൈ ഡി ടി അല്ലേ? ഡി ഡബ്ല്യു ബൈ ഡി ടി അല്ലേ പവർ? അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ എന്ന് പറയുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് എം എ അല്ലേ, എ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി അല്ലേ? അപ്പൊ ഇങ്ങനെ കൊടുക്കാലോ. ഇതിനകത്ത് എം ഇൻറ്റു വി ഇൻറ്റു ഡി വി ഈക്വൽ ടു പി ഡി ടി എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം മാസ് കോൺസ്റ്റന്റ്, പവർ കോൺസ്റ്റന്റ്, അപ്പോൾ പുറത്ത് വെക്കാലോ. അപ്പോൾ എന്താ ഉണ്ടാവുക? എം ഇൻറ്റു വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പി കോൺസ്റ്റന്റ് ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി, ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2p ബൈ എം ഇൻറ്റു ടി എന്ന് എഴുതി കൂടെ. അപ്പോൾ വി is ഈക്വൽ ടു റൂട്ട് 2p ബൈ എം ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇത് ടി അല്ല, റൂട്ട് ടി കേട്ടോ, ടി റൈസ് ടു 1/2 എന്ന് എഴുതാം. എല്ലാത്തിനും ഇവിടെ അല്ല, എല്ലാവർക്കും റൂട്ട് വരണ്ടേ. അപ്പോൾ ഇതിനെ റൂട്ട് ഇട്ട് കൊടുത്തു, ഇതിനെ റൂട്ട് ടി റൈസ് ടു 1/2 എന്ന് എഴുതി. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി അല്ലേ? അപ്പോൾ ഡി എസ് എന്ന് പറയുന്നത് റൂട്ട് 2p ബൈ എം ഇൻറ്റു ടി റൈസ് ടു 1/2 ആണ്, ഇൻറ്റു ഡി ടി. ഇതിനെയാണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ കിട്ടുക? എസ് ഇസ് ഈക്വൽ ടു റൂട്ട് 2p ബൈ എം ഇൻറ്റു ടി റൈസ് ടു 1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി റൈസ് ടു 3/2 ബൈ 3/2 എന്നാണ് കിട്ടുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എസ് എന്തിന് പ്രൊപ്പോർഷനിലാണ്? ടി റൈസ് ടു 3/2ക്ക് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ആൻസർ എന്താ വരിക? ടി റൈസ് ടു 3/2, ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി, ടി റൈസ് ടു 3/2.